ചോദ്യം ചെയ്യൽ മാത്രമല്ല, അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും. തെളിവുകളുണ്ടല്ലോ. എന്നോട് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 84 ദിവസമായി. കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല. ഒന്ന് കടകംപള്ളിയോട് പറയാൻ, കോടതിയിൽ കീറക്കടലാസല്ല തെളിവായിട്ട് ഹാജരാക്കണം. ഒന്ന്. രണ്ട്, മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ? എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് തെളിവ് സിവിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും, എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും, ഞാൻ തെളിവുകൾ ഹാജരാക്കും. അപ്പോഴല്ലേ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ലാണ്ട് വിളിച്ചു കൂവാണ്, വിളിച്ചു പറയുവാണ്, ഉറക്കെ വിളിച്ചു പറയാ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എനിക്ക് അയച്ച നോട്ടീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് 2 കോടി രൂപയ്ക്ക് ഇവിടെ മാനനഷ്ട കേസ് കൊടുത്തത്. കോടതി കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം 10 ലക്ഷമായിട്ട് കുറഞ്ഞത്. കോടതിയിൽ ഇപ്പോൾ 10 ലക്ഷമുണ്ട്. 2 കോടിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തോളാൻ പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തത്. അല്ലെങ്കിൽ അയ്യോ 10 ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞാൽ ഞാൻ പറയില്ലേ, മറുപടിയില്ല. തെളിവുണ്ട്, തെളിവപ്പോൾ ഹാജരായിക്കോളാം. ഇപ്പം തന്നെ ആയല്ല, കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയാൽ ഞാൻ തെളിവ് ഹാജരാക്കേണ്ടി വരില്ല. പോലീസിനെ അയച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, പോലീസ് മർദ്ദനം ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്ത് അടിക്കുന്നത് കണ്ടില്ലേ? ശുചിത്തിനെ മർദ്ദിക്കുന്നത് കണ്ടില്ലേ? പോലീസ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? പോലീസിന്റെ മീതെ ഒരു നിയന്ത്രണമില്ല. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, കേരളത്തിലെ പോലീസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്.